നോക്കാം IPL വിശേഷങ്ങളുമായി നിഖിൽ ചെയ്തെങ്കിൽ ഇനിയിപ്പോൾ IPL ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട വാർത്തകൾ ഒപ്പം IPL ഇന്നത്തെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ അതൊക്കെ എന്ന് വളരെ വേഗം പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. ഉമേഷ്, IPL ഇന്നലത്തെ മത്സരം, ഇന്നലെ നടന്ന രണ്ട് മത്സരങ്ങളും അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന മത്സരങ്ങളായിരുന്നു ഇന്നലെ നടന്നത്. ഇന്നലെ ആദ്യത്തെ മത്സരത്തിൽ കൊൽക്കത്തയും RCBയും തമ്മിലുള്ള പോരാട്ടത്തിൽ RCB ഒരു റൺസിനാണ് തോൽവി ഏറ്റുവാങ്ങിയത്. കൊൽക്കത്തയ്ക്കെതിരെ അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന, അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞു നിന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലത്തെ കൊൽക്കത്ത RCB പോരാട്ടം. കൊൽക്കത്തയ്ക്ക് വേണ്ടി മികച്ച തുടക്കം തന്നെ ഫിൽ സാൾട്ട് അടക്കമുള്ള താരങ്ങൾ മികച്ച തുടക്കം വെടിക്കെട്ട് തന്നെ നടത്തി. നായകൻ ശ്രേയസ് അയ്യർക്ക് അർദ്ധ സെഞ്ചുറി നേടുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. എന്തായാലും 222 എന്നുള്ളൊരു മികച്ച സ്കോറിലേക്ക് കൊൽക്കത്ത എത്തി. ഇതിൽ തന്നെ ഫിൽ സാൾട്ടിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം 48 റൺസിന് ആണ് പുറത്തായത്. ആദ്യ ഓവറുകളിൽ തന്നെ തകർത്തടിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. ഫിൽ സാൾട്ട് 14 പന്തിൽ നിന്നാണ് 48 റൺസ് സ്വന്തമാക്കിയത്. സാൾട്ടിൻ്റെ ഒരു പ്രകടനം തന്നെയാണ് ഇന്നലെ കൊൽക്കത്തയ്ക്ക് അടിത്തറ പാകിയത്. മറുവശത്ത് RCBയിലേക്ക് വന്നാൽ RCBയിൽ രജത് പട്ടീദാറിൻ്റെ ഒരു അർദ്ധ സെഞ്ചുറി, 23 പന്തിൽ 53 റൺസ് എടുത്ത രജത് പട്ടീദാറിൻ്റെ ഒരു അർദ്ധ സെഞ്ചുറി തന്നെയാണ് അവരെ ഒരു റൺസിനകലെ വിജയം നഷ്ടമായെങ്കിലും ആ ഒരു പൊരുതാവുന്ന രീതിയിലേക്ക് എത്തിച്ചത് രജത് പട്ടീദാറിൻ്റെ പ്രകടനമാണ്. അതോടൊപ്പം തന്നെ കരൺ ശർമ്മ 7 പന്തിൽ നിന്ന് 20 റൺസ് നേടിയ കരൺ ശർമ്മയുടെ പ്രകടനവും ഇന്നലത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടതാണ്. എന്നാലും ഇന്നലത്തെ ആദ്യത്തെ മത്സരം കൊൽക്കത്ത ജയിച്ചിരിക്കുന്നു. ഇന്നലത്തെ രണ്ടാമത്തെ മത്സരത്തിലേക്ക് വന്നാൽ ഗുജറാത്ത് പഞ്ചാബ് പോരാട്ടമാണ്. ഗുജറാത്തിനെതിരെ ഇന്നലെ പഞ്ചാബിനെതിരെ ഗുജറാത്ത് ജയം സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയും ഇന്നലെ കാണാൻ സാധിച്ചു. ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നാൽ പഞ്ചാബിനെ കറക്കി വീഴ്ത്തിയത് ഗുജറാത്തിൻ്റെ സ്പിന്നർമാരാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 7 വിക്കറ്റുകൾ ഗുജറാത്തിൻ്റെ സ്പിന്നർമാർ നേടി പഞ്ചാബിനെ കറക്കി വീഴുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. മറുവശത്ത് ഗുജറാത്തിൻ്റെ പ്രകടനത്തിലേക്ക്, ബാറ്റിങ്ങിലേക്ക് വന്നാൽ ഗുജറാത്ത് രാഹുൽ തെവാട്ടിയുടെ ഒരു മികച്ച പ്രകടനം തന്നെയാണ് അവർക്കൊരു വിജയം സ്വന്തമാക്കി കൊടുത്തതെന്ന് പറയാം. കാരണം ബാറ്റിങ്ങിൻ്റെ തുടക്കത്തിലൊക്കെ ഈ ഒരു 142 എന്ന് പറഞ്ഞ താരതമ്യേന ചെറിയൊരു ടോട്ടലാണ് IPL. ആ ഒരു സ്കോർ പിന്തുടർന്ന ഗുജറാത്ത് നന്നായി വിയർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുൽ തെവാട്ടിയുടെ ഒരു പ്രകടനം തന്നെയാണ് ടീമിന് എന്തായാലും ഒരു വിജയം ഒരുക്കി കൊടുത്തത്. എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ കൊൽക്കത്തയും ഗുജറാത്തുമാണ് വിജയിച്ചിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ ഇന്ന് മുംബൈയും രാജസ്ഥാനും തമ്മിലാണ് മത്സരമുള്ളത്. രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ടായുള്ള ജയ്പൂരിലാണ് മത്സരം നടക്കുന്നത്. ആദ്യത്തെ മത്സരം, അതായത് ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ ഇരു ടീമുകളും വാങ്കഡയിൽ ഏറ്റുമുട്ടിയപ്പോൾ മുംബൈക്കെതിരെ രാജസ്ഥാനായിരുന്നു വിജയം സ്വന്തമാക്കിയത്. എന്തായാലും ഇന്നും വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടത്തിന് തന്നെയാണ് ക്രിക്കറ്റ് ആരാധകരൊക്കെ കാത്തിരിക്കുന്നത്. ഉമേഷ്.